Dish Gold Dishwash Malayali Veetama presented by Chunga Jewellery, co-branded by Sera and Shakuntala Herbal Hair Tone. മലയാളി വീട്ടമ്മയുടെ എലിമിനേഷന്റെ രണ്ടാം ഘട്ടത്തിന്റെ രണ്ടാം ദിവസത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. Flowers celebrating motherhood. മലയാളി വീട്ടമ്മ. അടുത്തൊരു ഘട്ടത്തിലേക്ക് പോകാൻ യോഗ്യരല്ല എന്ന് നിങ്ങൾ ആരെയൊക്കെ കുറിച്ച് വിചാരിക്കുന്നു ആ 5 പേരുടെ പേര് നിങ്ങൾ ആ ഒരു പേപ്പറിൽ എഴുതുക, അത് ബാലറ്റ് പെട്ടിയിൽ നിക്ഷേപിക്കുക. നിസ്സാര കാര്യമല്ല. പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ പോലീസുകാരനുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഫസ്റ്റ് നമ്മൾ നമ്മുടെ പാരന്റ്സിനെയാണ് പ്രിഫർ ചെയ്യേണ്ടത്. പാരന്റ്സ് ഇല്ലാതെ ഞാൻ ഇവിടെ സോ ഇപ്പൊ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള ഒരു സബ്ജക്ട് തരും, അതിനെക്കുറിച്ച് നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ആർഗ്യുമെന്റ്സ് പറയണം. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഇരു സൈഡിലും ഓരോ ടീമുകളുണ്ട്. മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. നിങ്ങളുടെ ടോപ്പിക് ഇതാണ്: വിവാഹത്തിന് മുൻപ് നിങ്ങൾക്ക് ഒരാളുമായി പ്രണയം ഉണ്ടായിരുന്നു എന്ന് കരുതുക. ഈ കാര്യം ഭർത്താവിന് അറിയില്ല. പെട്ടെന്നൊരു ദിവസം പഴയ കാമുകൻ നിങ്ങളെ വിളിച്ച് ശല്യം ചെയ്യാൻ ആരംഭിക്കുന്നു. നിങ്ങളുടെ ലൈഫിൽ ഇതൊരു വലിയ പ്രശ്നമായി മാറുന്നു. ഭർത്താവിന് പക്ഷെ ഇതറിയില്ല. ഈ പ്രശ്നം ഭർത്താവും കുട്ടികളും അറിയാതെ നിങ്ങൾ എങ്ങനെ പരിഹരിക്കും? എനിക്കൊരു പ്രണയം കല്യാണത്തിന് മുമ്പ് ഉണ്ടായിരുന്നെങ്കിൽ അതിപ്പോഴും ശല്യം ചെയ്ത് രണ്ടാമത് തുടങ്ങുവാണെങ്കിൽ ഞാനത് ആദ്യം അയാളെ സ്വയം പിന്മാറ്റിക്കാൻ ശ്രമിക്കും. ഞാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അന്ന് അതറിയുന്ന സുഹൃത്തുക്കളോടായിരിക്കും ആദ്യം അത് ഡിസ്കസ് ചെയ്യുമ്പോൾ അവരുടെ അടുത്തും കുറച്ച് ഐഡിയാസ് കിട്ടും. എന്തായാലും ആ ഐഡിയ പ്രാവർത്തികമാക്കാൻ നോക്കും. പുള്ളിനെ എന്ത് രീതിയിലും പിന്മാറ്റിക്കാനേ ശ്രമിക്കുള്ളൂ. പിന്നെ ഭർത്താവും കുട്ടികളും അറിയരുത് എന്നുള്ള സ്ഥിതിക്ക് ഞാനും സുഹൃത്തുക്കളും തന്നെയായിരിക്കും അത് ഹാൻഡിൽ ചെയ്യുന്നത്. എന്തായാലും അയാളെ പിന്മാറ്റിക്കാനായിട്ട് എന്തായാലും അവരും എൻ്റെ കൂടെ ഉണ്ടാവും. എന്തായാലും എൻ്റെ ഫാമിലീനെ ഞാൻ ഇതിനകത്തേക്ക് വലിച്ചഴിക്കാനും ശ്രമിക്കത്തില്ല. ഹസ്ബൻഡിൻ്റെ ഫാമിലിയും അറിയരുത്. പഴയ ആളുടെ സുഹൃത്തുക്കളും എന്തായാലും അറിയുന്നവരുണ്ടാവും. അപ്പോൾ അവരെല്ലാവരും കൂടി എന്തായാലും ഒരു തീരുമാനം ഇതിലുണ്ടാവുന്ന രീതിയിലായിരിക്കും ഞാൻ മുന്നോട്ട് പോവുക. മാക്സിമം അയാളെ തന്നെ പറഞ്ഞ് പിൻവലിക്കാൻ നോക്കും ഞാൻ. എനിക്ക് തോന്നുന്നു ലക്ഷ്മിയെക്കാളും കൂടുതൽ പോയിന്റ്സ് എനിക്ക് പറയാൻ പറ്റിയെന്നാണ് തോന്നുന്നത്. മുന്നേ ഒരു പ്രണയം ഉണ്ടായിരുന്നെങ്കിൽ ഇനി അയാൾ ശല്യപ്പെടുത്തുവാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അയാളോട് സംസാരിക്കുക പോലും ഇല്ല, ഞാൻ ബ്ലോക്ക് ചെയ്യുക. ഇപ്പോൾ ഫോണാണെങ്കിൽ ഫോൺ, അല്ലെങ്കിൽ ഫേസ്ബുക്കോ വാട്സാപ്പോ അങ്ങനെയുള്ള സോഷ്യൽ മീഡിയാസ് ആണെങ്കിൽ അതിൽ നിന്നെല്ലാം ബ്ലോക്ക് ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു രീതിയിലുള്ള കോണ്ടാക്റ്റ് നിലനിർത്താൻ സമ്മതിക്കില്ല. പിന്നെ പിന്നെയും ശല്യം ചെയ്യുവാണ്, ഏതെങ്കിലും രീതിയിൽ ശല്യം ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഫാമിലിയെ അറിയിക്കുക, എൻ്റെ ഫാമിലിയെ അറിയിക്കുക. ഭർത്താവും കുട്ടികളും അറിയാൻ പാടില്ല എന്നേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. സോ ഞാൻ എൻ്റെ ഫാമിലിയിൽ ഇപ്പോൾ ചിലപ്പോൾ ഞാൻ എൻ്റെ സിസ്റ്ററോടായിരിക്കും ആദ്യം പറയുക, ബിക്കോസ് അവളുമായിട്ടായിരിക്കും എനിക്ക് കൂടുതൽ അറ്റാച്ച്മെൻറ്റ്. അപ്പോൾ അവളോട് കാര്യങ്ങൾ പറയും, ഇങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ എൻ്റെ ഡാഡിയായിട്ട് ഡിസ്കസ് ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഡെഫിനറ്റ്ലി അവർ നല്ലൊരു സൊല്യൂഷൻ കണ്ടെത്തി തരും. ഇനി അതും കൊണ്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പോലീസ് സ്റ്റേഷനിലോ അങ്ങനെയുള്ള വനിതാ സെല്ലോ കംപ്ലയിൻറ്റ് ചെയ്ത് അതിനെ നേരിടാൻ ശ്രമിക്കും. അല്ലാതെ ഞാൻ നേരിട്ട് ഒരു കോൺടാക്റ്റ് ചെയ്ത് അയാളുമായിട്ട് ആ ഒരു ബന്ധം നിർത്താനായിട്ട് ഞാൻ ശ്രമിക്കില്ല. ജസ്റ്റിക്ക് ഓർമ്മ വന്ന പോയിന്റ്സ് ജസ്റ്റിനെ പറഞ്ഞു, എനിക്ക് ആ സമയത്ത് അവിടെ സ്റ്റേജിൽ ഓർമ്മ വന്ന പോയിന്റ്സ് ഞാനും പറഞ്ഞു. ലക്ഷ്മി പറഞ്ഞു പാരന്റ്സിനെ അറിയിക്കില്ല എന്ന്. ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവുന്നത് നമ്മുടെ കല്യാണത്തിന് മുന്നേ ആണ്. അപ്പം നമുക്ക് എപ്പോഴും ജസ്റ്റിനെ പറഞ്ഞ പോലെ ഫാമിലിക്ക് നമ്മൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റും, ഫ്രണ്ട്സിനെക്കാട്ടും കൂടുതൽ. അതായത് ആ സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് എവിടെയായിരുന്നു എന്ന് അറിയില്ല, നമ്മൾ അവരെ തേടി കണ്ടുപിടിക്കുന്നതിനെക്കാട്ടും ഭേദം നമ്മൾ എപ്പോഴും നമ്മുടെ പാരന്റ്സിനെ അറിയിക്കുവാണെങ്കിൽ അവർക്ക് നല്ല ഉണ്ടാവും. ഇല്ലെങ്കിൽ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പം നമുക്ക് എപ്പോഴും നമ്മുടെ പാരൻസ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കതൊരു നല്ലൊരു സപ്പോർട്ടാണ് അവർ. അതായത് എന്തെങ്കിലും ഈ സിറ്റുവേഷൻ മോശമാവുകയാണെങ്കിൽ അവർക്ക് ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞ് ആ ഒരു പ്രോബ്ലത്തിൽ നിന്ന് നമ്മളെ, അതായത് ആ വഷളാവാതെ നോക്കാനായിട്ട് പാരൻസിന് നല്ല കഴിവുണ്ട്. ദിനിജ് പറഞ്ഞത് യോജിക്കുന്നു. പക്ഷെ ഞാൻ പറഞ്ഞത് എൻ്റെ പോയിന്റാണ്. ഞാൻ ആദ്യം സുഹൃത്തുക്കളോട് സംസാരിക്കുമെന്ന് വെച്ചാൽ അവൾക്കാണ് അയാളെയും എന്നെയും കൂടുതൽ അറിയാവുന്നത് പാരൻസിനേക്കാളും. പാരൻസ് പ്രേമാവുമ്പോൾ എതിർക്കുന്ന ഇതാണല്ലോ. ഈ രംഗം വഷളായാൽ ഫാമിലി വിഷമിക്കില്ലേ? ഇത് ഹസ്ബൻഡ് അറിയുന്നു, അത് പിന്നെ ഒരു വിഷയമായാൽ നമ്മൾ വിഷമിപ്പിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ അവിടെ അതിലും വലുതായി സങ്കടപ്പെടേണ്ടി വരും. ആവുന്ന രീതിയിലേക്ക് എത്തിക്കാത്ത സുഹൃത്തുക്കള് നോക്കുന്ന എൻ്റെ ഒരു വിശ്വാസത്തിലാണ് ഞാൻ. ആ വിശ്വാസത്തിൽ ചോദിക്കട്ടെ, നമ്മുടെ കല്യാണം കഴിഞ്ഞു പോയി നമുക്കിങ്ങനെ ഒരു റിലേഷൻ ഉണ്ടാകുമ്പോൾ
നമ്മുടെ മകൾക്ക് ഇങ്ങനൊരു സംഭവം വന്നു എന്ന് നമ്മുടെ അച്ഛനമ്മമാർ അറിഞ്ഞാൽ അവരിതിനെ എങ്ങനെയായാലും ഇത് തടയാനുള്ള എല്ലാ മാർഗവും അവർ സ്വീകരിക്കും. ഫസ്റ്റ് നമ്മൾ നമ്മുടെ പാരൻസിനെയാണ് പ്രിഫർ ചെയ്യേണ്ടത്. ഇങ്ങനത്തെ പാരന്റ്സിന് ഇല്ലാന്ന് ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഈ കാര്യം പാരന്റ്സിനോട് ഷെയർ ചെയ്യില്ല. ഈ കാര്യം സുഹൃത്തുക്കളോടാണ് ആദ്യം പറയാൻ ചെയ്തു. പാരന്റ്സിനോട് ഷെയർ പാരന്റ്സ് വിഷമിക്കരുത് എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. ലക്ഷ്മി ഒരു മിനിറ്റ് ഷെയർ ഇല്ലാന്ന് പറഞ്ഞിരുന്നു പാരന്റ്സിനോട് വിഷമിക്കരുത് എന്നുള്ള രീതിയിൽ ഷെയർ ചെയ്യില്ലെന്നാണ് ഉദ്ദേശിച്ചത്. പറയാലോ എല്ലാ കാര്യങ്ങളും ചില കാര്യങ്ങളെ നമുക്ക് സുഹൃത്തുക്കളോട് പറയാൻ പറ്റുള്ളൂ. എല്ലാ കാര്യങ്ങളും അങ്ങനെ സുഹൃത്തുക്കളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. സുഹൃത്തുക്കളുടെ ചില കാര്യങ്ങൾ നമുക്ക് പാരന്റ്സിനോട് ആദ്യം അറിയിക്കേണ്ട കാര്യങ്ങളുണ്ട്, ചില കാര്യങ്ങൾ സുഹൃത്തുക്കളോട് അറിയിക്കേണ്ട കാര്യങ്ങൾ. അറിയാവുന്ന സുഹൃത്തുക്കളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ജസ്റ്റിനെ പറഞ്ഞത് എല്ലാത്തിനോടും ഞാൻ യോജിക്കുന്നു. പക്ഷേ കംപ്ലൈൻറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ, ഇപ്പോൾ ഹസ്ബൻഡും മകളും അറിയരുത് എന്നാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ കംപ്ലൈൻറ്റ് കൊടുക്കുമ്പോൾ എന്തായാലും പെട്ടെന്ന് അവരറിയും. നമുക്ക് എല്ലാ പ്രൊട്ടക്ഷനും കൊടുത്തുകൊണ്ട് നമ്മളുടെ യാതൊരുവിധ വനിതകൾക്ക് മാത്രമുള്ള ഒരു നമ്പറും ഉണ്ട്, അതിനുള്ള രീതിയുണ്ട്. നമ്മളുടെ പേഴ്സണാലിറ്റിക്കോ നമ്മുടെ ക്യാരക്ടറിനോ യാതൊരുവിധ കോട്ടവും വരാതെ അവരത്രയും രഹസ്യമായ രീതിയിൽ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു രീതിയുണ്ട്. നമ്മുടെ കേരള സർക്കാർ അല്ലെങ്കിൽ സർക്കാർ ചെയ്യുന്ന നമുക്ക് തരുന്ന ഒരു പ്രൊട്ടക്ഷനാണത്. അത് അറിഞ്ഞിരിക്കണം നമ്മളെല്ലാ വനിതകളും. പക്ഷെ ഞാൻ പറയട്ടെ, നമ്മുടെ സുഹൃത്തുക്കളും നമ്മളും കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ഈ പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ സുഹൃത്തുക്കളെക്കാളും മുന്നേ നമുക്ക് മാതാപിതാക്കളെ കൊണ്ട് ഹാൻഡിൽ ഇവരെ കൊണ്ടൊന്നും പറ്റാണ്ട് അയാൾ പെട്ടെന്ന് വീട്ടിലേക്ക് വന്ന ഒരു ഭർത്താവിനോട് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ആദ്യം ഇഷ്ടപ്പെട്ട ഒരാളാണ് അയാളെ തേച്ചിട്ടായിരിക്കും വേറൊരാളെ കല്യാണം കഴിച്ചത്. അപ്പൊ അയാൾ ശല്യപ്പെടുത്താൻ വരുമ്പോ മാനസിക പരിഗണന എന്നൊരു കാര്യമുണ്ട്. പറഞ്ഞു മനസ്സിലാക്കാൻ എനിക്ക് വേറെ വീട്ടുകാരുടെ ബുദ്ധിമുട്ട് കാരണം എനിക്ക് കെട്ടേണ്ടി വന്നു. അതുകൊണ്ട് നിങ്ങൾ ഇനി ശല്യപ്പെടുത്തുന്നത് പറഞ്ഞു മനസ്സിലാക്കാം. അതുകൊണ്ടാണ് ആദ്യം ലക്ഷ്മി ആ മാനസിക പരിഗണന. ഇല്ല ശ്രീകുട്ടി അത് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടീനെ ഒരു പഴയ ഒരു കാമുകൻ വന്ന് ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് ദുരുദ്ദേശം തന്നെയാണ്. ഞങ്ങൾ പറയുന്നത് ജസ്റ്റിന് ചെയ്തത് കറക്റ്റ് അല്ലെന്നല്ല, പക്ഷെ അതിന് മുന്നേ 2 സ്റ്റെപ്സ് ചെയ്യാമായിരുന്നു ലക്ഷ്മി ചെയ്ത്. അതായത് അയാളോട് നേരിട്ട് പറയും, കോമൺ ആയിട്ട് പരിചയമുള്ളവരെ കൊണ്ടൊന്ന് പറയിപ്പിച്ചിട്ട് അത് വർക്കൗട്ട് ആയില്ലെങ്കിൽ ബാക്കിയുള്ളതൊക്കെ ചെയ്യാമായിരുന്നു. അല്ലാതെ ഡയറക്ട്ലി തന്നെ നമുക്ക് ഒരു എക്സ്പ്ലനേഷനും ഇല്ലാതെ ഒരു കാലത്ത് ഇഷ്ടപ്പെട്ട ആളെ നേരെ പോലീസ് കേസ് പറഞ്ഞിട്ടില്ല. ഭർത്താവും കുട്ടികളും അറിയാതെ എങ്ങനെ ഡീൽ ചെയ്യാം എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ അവരെങ്ങനെ, ഞാൻ ചോദിക്കട്ടെ ശ്രുതി ഒരു കാര്യം ചോദിക്കട്ടെ, എന്റെ ഭർത്താവിന്റെ ഇതിലൊരു ഫ്രണ്ട് പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ പോലീസുകാരനുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് എന്റെ ഭർത്താവ് അറിയത്തില്ലേ? ഈ വനിതാ ഹെൽപ്പ് ലൈൻ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഇത്രയും വെണ്ടക്കാക്ഷരത്തിൽ എഴുതി വെക്കണതിന്റെ ആവശ്യം എന്താ ഉള്ളത്? നമ്മുടെ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തത് ആദ്യം ആ ഒരു ഇമ്പോർട്ടൻസ് മാത്രമേ കൊടുത്തുള്ളൂ. അത്രേ ഉള്ളൂ ഫാമിലി. എനിക്ക് ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഫ്രണ്ട്സിനോട് പറഞ്ഞ് അത് സോർട്ട് ഔട്ട് ആയില്ല, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് ലക്ഷ്മിയുടെ? എനിക്ക് മാതാപിതാക്കളെ വിഷമിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അത് അവരറിയാണ്ട് ഹാൻഡിൽ ചെയ്യാൻ അറിയാൻ ശ്രമിക്കുക എന്നുള്ളതായാലും ഒഴിവാക്കുന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് ഇവര് വന്ന് നിന്റെ ഫാമിലി സ്പോയിലായി അല്ലെങ്കിൽ ഫാമിലി ബ്രേക്കപ്പ് ആയി, നിന്റെ ഭർത്താവായിട്ട് ബ്രേക്കപ്പ് ആയി നിൽക്കുക, അങ്ങനെയാണെങ്കിൽ പാരന്റ്സ് ഹാപ്പി ആവുമോ? ഇത് നമ്മൾ അവരെ അറിയാണ്ട് ഹാൻഡിൽ ചെയ്യാൻ അവരെ വിഷമിപ്പിക്കാണ്ട് ഏത് രീതിയിൽ നമുക്ക് മുന്നോട്ട് വന്നാൽ ഞാൻ എന്റെ അഭിപ്രായം കൂടുതൽ വിഷമം കൊടുക്കാതിരിക്കാനാ നോക്കേണ്ടത്. അയാളെ ശല്യപ്പെടുത്തി അവസാനം ലക്ഷ്മിയുടെ വീട് വരെ എത്തും. അപ്പൊ എന്ത് ചെയ്യും? വീട് വരെ എത്തേണ്ട വരില്ല എന്തായാലും. ഈ പറഞ്ഞ പോലെ നിങ്ങൾ തന്നെ പറഞ്ഞു. ഞാൻ പറയാം, അങ്ങനെയാണെങ്കിൽ ആ സുഹൃത്തുക്കളെ കൊണ്ട് തന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവെക്കണം, 5 സെല്ല്. അപ്പൊ വീട്ടിൽ അറിയില്ലല്ലോ. പോലീസ് സ്റ്റേഷനില്ല, ലക്ഷ്മിനെ അറിയാവുന്ന ആരെങ്കിലും പോലീസ് സ്റ്റേഷനിൽ അത് വീട്ടിൽ ഞാൻ പറയട്ടെ, ശ്രുതി തന്നെയല്ലേ അവിടെ ഇരുന്ന് പറഞ്ഞത് വീട്ടിൽ അറിയില്ല. ലക്ഷ്മിയുടെ വീട്ടിൽ ഹസ്ബൻഡിന്റെ ഏതെങ്കിലും ഫ്രണ്ട് പോലീസ് സ്റ്റേഷനിൽ ഉണ്ടെങ്കിൽ അറിയുന്നു. അതിനുശേഷം ശ്രുതിയല്ലേ എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നത് പോലീസിൽ അറിഞ്ഞാൽ അറിയത്തില്ല. പിന്നെ കുഴപ്പമില്ലല്ലോ, എനിക്ക് അറിയാത്ത കാര്യം പറഞ്ഞു മനസ്സിലാക്കി തന്നപ്പോ മനസ്സിലാക്കി. ഞാൻ ആദ്യം തന്നത് പിന്നെ മനസ്സിലായില്ലായിരുന്നു. എനിക്ക് കിട്ടിയ ടൈമിൽ ഞാൻ എന്തായാലും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കിട്ടിയ ഓർമ്മ വന്ന പോയിന്റ്സ് ഒക്കെ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും തെറ്റില്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന തോന്നുന്നത്. പലരും ചിന്തിക്കുന്ന പല രീതിയിലാണല്ലോ. അപ്പോൾ എൻ്റെ ഒരു വ്യൂ പോയിന്റ് ഞാൻ പറഞ്ഞു, ലക്ഷ്മിയുടെ ഒരു വ്യൂ പോയിന്റ് ലക്ഷ്മി പറഞ്ഞു. സോ ഇവരുടെ സമയം കഴിഞ്ഞിരിക്കുകയാണ്, ആർഗ്യുമെന്റ്സ് അവസാനിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു ഫൈനൽ ജഡ്ജ്മെന്റ് ജഡ്ജസ് നിങ്ങൾക്ക് 2 പേർക്കും മാർക്ക് തരുന്നുണ്ടായിരിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് ഫൈനൽ ജഡ്ജ്മെന്റ് നിങ്ങളെ അറിയിക്കാം. എലിമിനേഷന്റെ 2ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്, വോട്ടിംഗ്. സേഫ്
സോണിലിരിക്കുന്ന 10 പേർക്കാണ് വോട്ട് ചെയ്യാനുള്ള അവകാശമുള്ളത്. ഇവിടെ 7 പേരാണ് ഡേഞ്ചർ സോണിൽ നിൽക്കുന്നത്. ഈ 7 പേരിൽ നിന്ന് നിങ്ങൾ പുറത്തു പോകണം എന്ന് കരുതുന്ന 5 പേരുടെ വോട്ടാണ് നിങ്ങൾ രേഖപ്പെടുത്തേണ്ടത്. ഇവിടെ എപ്പോഴും അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുള്ളത് ഇതുപോലുള്ള ഒരു വോട്ടിംഗ് പ്രോസസ്സിൽ തന്നെയാണ്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തവര് ഇന്നാവുകയും അപ്രതീക്ഷിതമായവര് പുറത്തേക്ക് പോവുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് വോട്ടിംഗ് എന്ന ആ ഒരു പ്രോസസ്സിലൂടെയാണ്. അപ്പോൾ അതേ ആ ഒരു പ്രോസസ്സിലേക്ക് തന്നെയാണ് ഇനി നമ്മൾ പോകുന്നത്. വിഷമമുണ്ട്, എന്നാലും മറ്റുള്ള കണ്ടസ്റ്റൻസിൻ്റെ പെർഫോമൻസ് ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഐ ടേക്ക് ഇറ്റ് പോസിറ്റീവ്ലി. ഈ 2ാം ഘട്ടം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഞാൻ ഡേഞ്ചർ സോണിൽ വരുന്നൊരു വ്യക്തിയാണെന്ന്. കഴിഞ്ഞ റൗണ്ടിൽ ഞാൻ ടോപ്പ് 1 ആയിരുന്നു. ഈ റൗണ്ടിൽ എലിമിനേഷന് വരുമെന്ന് എനിക്ക് ഒരു ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം എനിക്ക് കഴിഞ്ഞ 2 റൗണ്ടിലും മാർക്ക് കുറവാണ്. കാരണം ഹസ്ബൻഡ് റൗണ്ട് കഴിഞ്ഞതും ഡാൻസ് റൗണ്ട് കഴിഞ്ഞതും മാർക്ക് കുറവാണ്. അഞ്ചു പേരുടെ പേരുകൾ എഴുതുക, ക്യാമറ കാണിക്കുക. ഞാൻ വോട്ട് ചെയ്തത് ലക്ഷ്മി, കൃഷ്ണ, അഞ്ജലി, ലീന, ശില്പ. ഇവർക്ക് വോട്ട് ചെയ്യാനുള്ള കാരണം ഈ എലിമിനേഷൻ റൗണ്ടിൽ അവർക്കൊരു ടാസ്ക് കൊടുത്തിരുന്നു. അത് ഏറ്റവും സക്സസ്സായി ചെയ്ത 2 പേരെ ഞാൻ സേവ് ചെയ്തു, ജുബിത, ജസ്ന. ഈ തന്ന ഒരു 3 മിനിറ്റ് സമയം ഞാൻ ശരിക്കും യൂട്ടിലൈസ് ചെയ്തിട്ടില്ലെന്ന് തന്നെയാണ് എൻ്റെ ഒരു തോന്നൽ. എൻ്റെ മാക്സിമം എനിക്കതിൽ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. ഞാൻ വോട്ട് ചെയ്തത് അഞ്ജലി, ലക്ഷ്മി, ലീന, ശില്പ, കൃഷ്ണ. ഈ 5 പേർക്കാണ് ഞാൻ വോട്ട് ചെയ്തത്. ഇതിൽ ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ വോട്ടിങ്ങിന് മുമ്പ് നടന്നിരിക്കുന്ന പെർഫോമൻസ് വെച്ചിട്ടാണ് ഞാൻ മെയിനായിട്ട് കാൽക്കുലേറ്റ് ചെയ്തത്. എനിക്കറിയായിരുന്നു ഞാൻ എലിമിനേഷനിലേക്ക് വരുന്നു, കാരണം എനിക്ക് മാർക്ക് കുറവായിരുന്നു. അത് എനിക്ക് ഡാൻസ് അറിയില്ല, ഒന്നും അറിയില്ല. അപ്പോൾ എനിക്ക് തോന്നി എന്താണെങ്കിലും ഞാൻ എലിമിനേഷനിൽ വരുന്നു. ഞാൻ വോട്ട് ചെയ്തത് കൃഷ്ണ, ലക്ഷ്മി, ശില്പ, അഞ്ജലി, ലീന. ഞാൻ സേഫ് ആക്കിയത് ജസ്ന, ജുബിത. ജുബിതനെ ഞാൻ സേവ് ചെയ്യാനുള്ള കാരണം ഇന്നത്തെ ടാസ്കിൽ എല്ലാ കറക്റ്റ് പോയിന്റ് വൈസാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ജുബിതനെ സേവ് ചെയ്തത്. ജസ്നനെ സേവ് ചെയ്തത് എല്ലാ കാര്യങ്ങളും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടാണ് എടുത്തത്. ഇന്നത്തെ ടാസ്ക് ആണെങ്കിലും അല്ലെങ്കിൽ ലാസ്റ്റ് എപ്പിസോഡ്സ് ആണെങ്കിലും എല്ലാം പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ എടുത്തുകൊണ്ട് ജസ്നനെ സേവ് ചെയ്തു. തീർച്ചയായും അടുത്ത റൗണ്ടിലേക്ക് ഞാൻ പോകും തന്നെയാണ് എൻ്റെ വിശ്വാസം. വോട്ടിംഗ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് പോകുമോ ഇല്ലയോ എന്നുള്ളതൊരു 50-50 ചാൻസാണ് ഞാൻ കൊടുക്കുന്നത്. ആദ്യത്തെ ഘട്ടത്തിൽ ഞാൻ ഡേഞ്ചർ സോണിൽ വന്നൊരു വ്യക്തിയാണ്, ഇപ്പോഴും അത് റിപ്പീറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഒരു 50-50 നിൽക്കുകയാണ്. എഗൻസ്റ്റായിട്ട് വോട്ട് ചെയ്തിട്ടുള്ളത് അഞ്ജലി, ലീന, ലക്ഷ്മി, കൃഷ്ണ ആൻഡ് ജസ്ന. ഞാൻ വോട്ട് ചെയ്തത് ലക്ഷ്മി, ലീന, അഞ്ജലി, കൃഷ്ണ, ശില്പ. സേഫാക്കി നിർത്തിയത് ജസ്നയും ജുബിതയാണ്. അവർ 2 പേരും അവർക്ക് കൊടുത്ത ആ ടാസ്ക് അതിനകത്ത് പോയിന്റുകൾ മാത്രം സ്പെസിഫൈ ചെയ്ത് നന്നായി പറഞ്ഞു. ഞാൻ വോട്ട് ചെയ്തത് കൃഷ്ണ, അഞ്ജലി, ലീന, ലക്ഷ്മി, ശില്പ. ഞാൻ സേഫാക്കിയത് ജുബിതേനെയും ജസ്നേനെയാണ്. ജസ്നയും ജുബിതയും ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻസ് ആണ്. അവർ ഇന്ന് ചെയ്ത പെർഫോമൻസ് വളരെ നന്നായിരുന്നു.
എല്ലാ കണ്ടസ്റ്റൻസും ഈക്വലി സ്ട്രെങ്ത് ഉള്ളവരായിട്ട് ഇന്ന് ഞാൻ വോട്ട് ചെയ്തത് കറക്റ്റായിട്ട് ഇന്ന് അവർ ചെയ്ത ടാസ്കിൻ്റെ ബേസിസിൽ മാത്രമാണ്. ആ ബേസിസിൽ അവരെത്ര ഒപ്പോസ് ചെയ്ത് നിന്നു, ഈ ഓപ്പോസിറ്റ് ടീമുകാർ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം അവരെത്ര ഒപ്പോസ് ചെയ്ത് നിന്നു, ആ ഒരു കാലിബർ നോക്കിയിട്ട് 2 പേരെ ഒഴിവാക്കി ബാക്കി 5 പേർക്ക് വോട്ട് ചെയ്തു. എലിമിനേഷൻ പ്രോസസ്സിന്റെ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി അറിയാനുള്ളത് നേരത്തെ കൊടുത്തിരുന്ന ടാസ്കിന് ജഡ്ജസ് കൊടുത്ത മാർക്ക് എത്രയാണെന്നും ഒപ്പം ഇപ്പോൾ നടന്ന വോട്ടിങ്ങിന് ഇവർക്ക് ഓരോരുത്തർക്കും കിട്ടിയിരിക്കുന്ന റേറ്റിംഗ് എന്താണെന്നുള്ളതും. അത് രണ്ടും കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ ഫൈനൽ റിസൾട്ടുമായിട്ട് തിരിച്ചു വരാം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. മലയാളി വീട്ടമ്മയുടെ 2ാം ഘട്ട എലിമിനേഷൻ റൗണ്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എലിമിനേഷന്റെ ആ ഒരു ഫൈനൽ റിസൾട്ട് നേരിടാൻ പോകുന്ന 3 പേരാണ് ഇപ്പൊ നമ്മളോടൊപ്പം ഉള്ളത്. റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് നമ്മളോടൊപ്പം ആദ്യം ഉള്ളത് ജസ്ന, ലക്ഷ്മി ആൻഡ് കൃഷ്ണ. ഇവർ 3 പേരുമാണ്. അപ്പോ എന്ത് തോന്നുന്നു? എന്താണ് നിങ്ങളുടെ ഒരു ഹോപ്പ്? എന്താണ്? എന്താ കൃഷ്ണ, ഇപ്പൊ ഈ ഒരു എലിമിനേഷൻ പ്രോസസ്സിൽ തന്ന ടാസ്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ട ഒരു ടാസ്ക് ആണ്. പക്ഷെ പെർഫോം ആ ഒരു 3 മിനിറ്റിൽ എനിക്ക് നല്ലതായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നില്ല. ഇല്ല, ആണോ? ഫ്രണ്ട്സ് എങ്ങനെ വോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും തോന്നുന്നുണ്ടോ? ഫ്രണ്ട്സിന്റെ വോട്ടിങ്ങിനെ കുറിച്ച് എനിക്ക് ഒരു കൗണ്ട് എനിക്ക് പറയാനായിട്ട് പറ്റത്തില്ല. ലക്ഷ്മി, അറിയില്ല എന്താകുമെന്ന്. പിന്നെ വോട്ടിങ്ങിൻ്റെ കാര്യം പറയാൻ പറ്റില്ല. അവർക്ക് എന്തായാലും 7ൽ നിന്ന് 5 പേരുടെ പേര് എഴുതിയേ പറ്റൂ. അപ്പോൾ ആരുടെ വേണമെങ്കിലും പേര് വീഴാം. സോ ജഡ്ജസ് തരുന്ന മാർക്സ് എന്തായിരിക്കും? അതിൽ എന്താണ്? അറിയില്ല, എന്താകുന്ന ഒരു ഐഡിയ ഇല്ല. അപ്പൊ ജസ്ന, എന്ത് തോന്നുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു? പെർഫോം ചെയ്യാൻ പറ്റിയോ? ടാസ്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ പെർഫോം ചെയ്തു എന്ന് തോന്നുന്നു. പിന്നെ വോട്ടിംഗ് അത് ഞാൻ ഹെൽത്തി ആയിട്ട് തന്നെ എടുക്കുന്നു. കാരണം 7 പേരിൽ അവർക്ക് ഒഴിവാക്കാൻ 2 പേരേ ഉള്ളൂ. അപ്പോൾ വോട്ട് ചിലപ്പോൾ ഉണ്ടാവും. ലെറ്റ്സ് ഫേസ് ഇറ്റ്. ജസ്നക്ക് ഈ ഫ്ലോറിൽ വന്നിട്ട് ഉള്ള ഏറ്റവും നല്ലൊരു മെമ്മറബിൾ ആയിട്ടുള്ള മൊമെന്റ് ഏതാണ്? ഇപ്പോൾ ചോദിക്കുകയാണെങ്കിൽ ഒരു സംശയമില്ലാണ്ട് ഞാൻ എൻ്റെ മോളുമായിട്ട് പാടിയ പാട്ട് തന്നെ പറയുള്ളൂ. കാരണം അത് എനിക്ക് തന്ന ഒരു മനസ്സിൻ്റെ സന്തോഷം ഒന്ന് വേറെ. പിന്നെ എനിക്ക് എന്നെ അറിയാൻ വയ്യാത്ത ഒത്തിരി ആളുകളുടെ കയ്യിൽ നിന്നൊരു സ്നേഹത്തോടെയുള്ള മെസ്സേജസ്, റെക്കഗ്നീഷൻ എല്ലാം എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് തരുന്നത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു അമ്മയെന്നുള്ള രീതിയിൽ വളരെ വളരെ സന്തോഷം. അതിന് ഒത്തിരി അധികം നന്ദിയുണ്ട്. കാരണം ഇത്രയും വലിയൊരു സ്റ്റേജിൽ ഇത്രയും കുഞ്ഞു മോൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുക്കി തന്ന ഒരു സാഹചര്യം. താങ്ക് യു വെരി മച്ച്. മൗനമേ വേദമാ മലർകൾ പേസുമാ പേസിയാലോയുമാ. സോ നമുക്ക് ജഡ്ജ്മെന്റിലേക്ക് പോവാം. സീമ ചേച്ചി. ജസ്ന, ലക്ഷ്മി, കൃഷ്ണ, ഈ 3 പേരിലും തോൽക്കുക ജയിക്കുക രണ്ടും ഒരേ സമത്തിലെടുക്കുക. ബിക്കോസ് തോൽക്കുന്നത് അടുത്തത് ജയിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അങ്ങനെ എടുക്കണം. അതുപോലെ ജസ്നൻ്റെ ആ കുട്ടീൻ്റെ പ്രോഗ്രാം മാത്രം എനിക്ക് ആരോ ഫേസ്ബുക്കിലോ എന്തോ അയച്ചിരുന്നു. നന്നായിരുന്നു, വെരി ഗുഡ്. മോളും അതുപോലെ നന്നായി പാടിയിരുന്നു. ഞാൻ കണ്ടു അത് ആ ഒരു ബിറ്റ് മാത്രം കണ്ടു ഞാൻ. താങ്ക് യു. ജസ്ന വന്നിട്ട് ഇപ്പം ഈ സ്റ്റേജിൽ വെച്ച് കണ്ടതിൽ ജസ്നൻ്റെ മറുപടി എനിക്ക് ഭയങ്കര ഇഷ്ടമായി.
താങ്ക് യു. So you are safe. താങ്ക് യു. താങ്ക് യു. താങ്ക് യു മാം. സന്തോഷം. സോ ജസ്ന സേഫ് ലാൻഡ് ചെയ്തിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്. ജസ്ന ഇത് എക്സ്പെക്ട് ചെയ്തിരുന്നോ? സത്യം പറഞ്ഞ ഒരു 80% പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാലും ആ 20% അവിടെ കിടക്കുന്നതുകൊണ്ട് ഒരു ചെറിയ കൺഫ്യൂഷൻ ടെൻഷൻ ഉണ്ടായിരുന്നു. Congratulations. താങ്ക് സോ യു മാം. ഞാൻ ആ ഒരു മാർക്കിന്റെ ക്രൈറ്റീരിയ എന്തായിരുന്നു എന്ന് പറയാം. കഴിഞ്ഞ ഈ രണ്ടാം ഘട്ടം നടന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക്, നിങ്ങളുടെ പെർഫോമൻസിനും അതുപോലെ നിങ്ങളുടെ കപ്പിൾ റൗണ്ടിനും കൂടെ കിട്ടിയ നിങ്ങളുടെ മാർക്സ്, അതിന്റെ കൂടെ ഇന്ന് നിങ്ങൾക്ക് തന്ന ആ ഒരു ടാസ്കിന്റെ മാർക്ക്, അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ നെഗറ്റീവ് വോട്ട്സ്, അതിന്റെ കൗണ്ട് 10, ഒരു വോട്ടിന് 10 മാർക്ക് വെച്ച് കൗണ്ട് ചെയ്തിട്ട് അത് മൈനസ് ചെയ്തിട്ട് കിട്ടിയ മാർക്കാണ് നിങ്ങളുടെ ടോട്ടൽ മാർക്കായിട്ട് എടുത്തിരിക്കുന്നത്. സോ ജസ്റ്റിക്ക് കിട്ടിയിരിക്കുന്ന ടോട്ടൽ മാർക്സ്, അതായത് നെഗറ്റീവ് വോട്ട്സിന്റെ മാർക്കൊക്കെ റെഡ്യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ജസ്റ്റിക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് 198 ആണ്. ജസ്റ്റിക്ക് കിട്ടിയ നെഗറ്റീവ് വോട്ട്സ് ഓൺലി 4. താങ്ക് യു. 4 നെഗറ്റീവ് വോട്ട്സ് ഉണ്ടായിരുന്നുള്ളൂ ജസ്റ്റിക്ക്. സോ ജസ്ന, യു ആർ സേഫ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു മാം. മാത്രമല്ല നമ്മുടെ ഈ ഒരു എലിമിനേഷൻ പ്രോസസ്സിലേക്ക് വന്ന 7 പേരിൽ ദ ഹൈയസ്റ്റ് സ്കോർ. താങ്ക് യു. ഹാപ്പി? താങ്ക് യു എവരിവൺ. സോ ഇനി ഈ സ്റ്റേജിൽ ബാക്കിയുള്ളത് ലക്ഷ്മി ആൻഡ് കൃഷ്ണ. അപ്പൊ ഇവരില് 2 പേരും ഇന്നാവോ 2 പേരും ഔട്ട് ആവോ, ഇതിൽ ഒരാൾ ഇന്നാകുമോ എന്നൊക്കെയാണ് നമുക്ക് അറിയാനുള്ളത്. സോ സീമ ചേച്ചി. സോറി, 2 പേരും ഔട്ടാണ്. താങ്ക് യു മാം. താങ്ക് യു മാം. സോ ലക്ഷ്മിയുടെ നെഗറ്റീവ് വോട്ട്സ് മൈനസ് ചെയ്തിട്ട് ലക്ഷ്മിക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് 110 ആണ്. 110 മാർക്സ് ആണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ലക്ഷ്മിക്ക് 10 നെഗറ്റീവ് വോട്ട് ഉണ്ട്. എന്താണ് അതിനൊരു റീസൺ എന്ന് ലക്ഷ്മിക്ക് തോന്നുന്നത്? അറിയില്ല, അവർക്ക് ആരെങ്കിലും പേര് എന്തായാലും 5 പേരെ എഴുതിയേ പറ്റൂ. അപ്പൊ അതുകൊണ്ട് സംഭവിച്ചതാവും എന്നാണോ? ആയിരിക്കും. ലക്ഷ്മിക്ക് എന്താണ് പറയാനുള്ളത്? മലയാളി വീട്ടമ്മയുടെ ഫ്ലോറിൽ ഇത്ര ദിവസമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ആൻഡ് ഒരുപാട് നല്ല മൊമെന്റ്സും ഒരുപാട് സങ്കടം വരുന്ന മൊമെന്റ്സും ഒക്കെ നമ്മൾ ഈ ഫ്ലോറിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താണ് ഇപ്പൊ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് പറയാനുള്ളത്? ഫ്ലവേഴ്സിന് വലിയൊരു താങ്ക്സ് സത്യം പറഞ്ഞാൽ പറയട്ടെ. കിഡ്സ് ആയിട്ടുള്ള ഒരു റൗണ്ടിൽ മോളായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുക എന്നുള്ളത് തന്നെ ഒരു ഭാഗ്യമായിട്ട് കരുതാണ്. പിന്നെ ആയിരക്കണക്കിന് ആളിൽ നിന്ന് ഞങ്ങൾ ഈ 20 പേരെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഒട്ടും മോശമില്ലാത്ത ആൾക്കാരെ തന്നെ സെലക്ട് ചെയ്തിരിക്കുന്നതെന്ന് ഉറപ്പാണ്. എന്തായാലും സന്തോഷമുണ്ട്. എന്തായാലും സന്തോഷം. ഇത് ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ഗെയിം, അത്രേ ഉള്ളൂ. സോ മലയാളി വീട്ടമ്മയുടെ ഈ ഫ്ലോറിൽ നിന്ന് ഇന്ന് ലക്ഷ്മി പോവുകയാണ്. We will miss you. Miss you too. കൃഷ്ണയുടെ മാർക്സ് ഞാൻ പറയാം. കൃഷ്ണയ്ക്ക് കിട്ടിയിരിക്കുന്നത് 135 ആണ്. 135 മാർക്ക്, അതായത് വോട്ട് മൈനസ് ചെയ്തിട്ടുള്ള മാർക്കാണ്. ആൻഡ് 8 നെഗറ്റീവ് വോട്ട്സ്. 8 പേരാണ്, 10 പേരിൽ 8 പേരാണ് കൃഷ്ണയ്ക്ക് എഗനിസ്റ്റ് ആയിട്ട് വോട്ട് ചെയ്തത്. എന്ത് തോന്നുന്നു കൃഷ്ണയ്ക്ക്? അങ്ങനെ പ്രത്യേകിച്ച് എന്താ ഫീലിങ്സ് ചോദിച്ചാൽ ഒന്നുമില്ല. പിന്നെ ഈ ഒരു ഫ്ലോറ് നഷ്ടമാകുന്നതിൻ്റെ ഒരു വിഷമമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ഇപ്പോൾ മോൻ്റെ കൂടെ ഒരു പെർഫോമൻസ് ചെയ്യാൻ പറ്റി. അത് തന്നെ ഒരു വലിയൊരു സന്തോഷങ്ങളിലൊന്നാണ്. സോ ലക്ഷ്മി ആൻഡ് കൃഷ്ണ, ഗുഡ് ബൈ ഫോർ നൗ. നിങ്ങൾക്ക് 2 പേർക്കും നമ്മളുടെ ഒരു മൊമെന്റോ ഉണ്ട്. നമ്മളുടെ കൂടെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് 4 പേര് കൂടിയാണ് ഉള്ളത്. അഞ്ജലി, ശില്പ, ലീന ആൻഡ് ജുബിത. എന്ത് തോന്നുന്നു ജുബിത? നല്ല ടെൻഷനുണ്ട്.
ഒന്നും പറയാൻ പറ്റാത്ത സ്റ്റേജിൽ ഫസ്റ്റ് ടൈം നിൽക്കുന്നതിന്റെ ഒരു ഈ ഒരു അനുഭവം എനിക്ക് മറക്കാൻ പറ്റില്ല. ഇത് ലൈഫിൽ കഴിഞ്ഞ പ്രാവശ്യം വേറൊരു അനുഭവമായിരുന്നു, ഇത് വേറൊരു ഫീലാണ്. നല്ല ജഡ്ജസിൽ നിന്ന് നല്ല കമൻസ് ആണ് എനിക്ക് കിട്ടിയത്. പക്ഷേ എൻ്റെ സോങ് സെലക്ഷൻ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ഞാൻ ഇപ്പോൾ എലിമിനേഷനിൽ വരാൻ കാരണം. പ്രതീക്ഷ എന്താണ്? എനിക്ക് തോന്നുന്നു ലീന ആണെങ്കിൽ കറക്റ്റ് ബോർഡറിൽ വന്ന് ഒരു 5 പോയിന്റ് അങ്ങോട്ട് പറഞ്ഞ് അവിടെ പോയി ഇരിക്കും ഞങ്ങൾ വിചാരിച്ച ആളാണ്. ബിക്കോസ് അതിനുള്ള മാർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഡേഞ്ചർ സോണിലേക്കായി. ടെൻഷൻ കാരണം ഒന്നും പറയാൻ പറ്റില്ല. എനിക്ക് ഡേഞ്ചർ സോണിൽ നിന്ന് ഞാൻ സേഫ് സോണിലേക്ക് പോകും തോന്നി. കാരണം അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് എനിക്കാണല്ലോ. പക്ഷെ എനിക്ക് തന്നത് എനിക്ക് പറയാൻ പറ്റുന്ന ഞാൻ പറഞ്ഞു ആ തന്ന വിഷയത്തെക്കുറിച്ച്. പക്ഷെ അതങ്ങ് ശരിയായില്ല. എൻ്റെ കുടുംബത്തിലെയും എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരുടെയും മക്കളുടെ കാര്യം വളരെ ഭംഗിയായി ചെയ്യുന്ന ഒരാളാണ്. വീട്ടമ്മ എന്നുള്ളത് ഒരു വീട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ആളല്ലാന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇല്ലാത്ത കാര്യങ്ങൾ പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഉള്ളത് ഞാൻ ഇതാണ് ലീനയ്ക്ക് ലീനയെ കുറിച്ച് പറയാനുണ്ടായിരുന്നത്. ലീന പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു 5 പോയിന്റുകൾ. 5 പോയിന്റ് പറഞ്ഞിട്ടില്ല. ഇവിടെ ഈ പ്രൂവ് ചെയ്യാനുള്ള ഫ്ലോറ് ശരിക്കും നമ്മൾ യൂട്ടിലൈസ് ചെയ്യണമായിരുന്നു. എന്തായിരിക്കും വിധിയെന്ന് എന്തെങ്കിലും? ഒന്നും പറയാൻ പറ്റില്ല. എല്ലാ വോട്ടിങ്ങും എല്ലാം കൂടെ നോക്കിയിട്ടല്ലേ. അവർക്ക് എങ്ങനെയായിരിക്കും വോട്ട് ചെയ്തിട്ടുണ്ടാവുക? എനിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വോട്ട് ചെയ്തൊരു 4-5 പേര് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എക്സാക്റ്റ് പറയാൻ പറ്റൂല. ശില്പ സെക്കൻഡ് ടൈം ആണ്. സോ കഴിഞ്ഞ പ്രാവശ്യം വോട്ടിംഗ് ശില്പയെ രക്ഷിച്ചു. അതെ. ഈ പ്രാവശ്യം രക്ഷിക്കോ? ചാൻസ് കുറവാ. ടോട്ടൽ വരുന്ന കണ്ടസ്റ്റൻസിൽ ഒരു 6 പേര് അല്ലെങ്കിൽ 7 പേര് എനിക്ക് ഔട്ടാവാൻ വേണ്ടിയിട്ട് വോട്ട് ചെയ്തിട്ടുണ്ടാവും. അഞ്ജലി, അശ്വതി പറയൂ. ഭയങ്കര സന്തോഷമുണ്ട് ഈ ഒരു സ്റ്റേജിൽ നിൽക്കാൻ പറ്റിയത്. എലിമിനേഷന്റെ സ്റ്റേജിലോ? എലിമിനേഷന്റെ സ്റ്റേജും ഒരു അനുഭവമാണ്. കാരണം ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. അതുകൊണ്ട് ഇനി വെയിറ്റ് ചെയ്യാണ്. കാരണം സന്തോഷം, നമുക്കിത് മുന്നോട്ട് പോകുമ്പം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഓർമ്മിക്കുന്നതും ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നതും ഈ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ചിലപ്പോൾ. നമുക്ക് ഓരോരുത്തരുടെ ആയിട്ട് റിസൾട്ട്സിലേക്ക് പോവാം. ആരുടെ റിസൾട്ടാണ് സിമി ചേച്ചി ആദ്യം പറയാൻ പോകുന്നത്? ഒരു 3 പേരെങ്കിലും എഗെയിൻസ്റ്റ് ആയിട്ട് ഔട്ട് ചെയ്തെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് ഏകദേശം 4-5 വോട്ട് എഗെയിൻസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവാം. കാരണം അതൊരു ടാസ്ക് ആണല്ലോ. ശില്പ, എന്ത് തോന്നുന്നു? പ്രത്യേകിച്ചൊന്നും തോന്നില്ല മാം. ഒന്നും തോന്നുന്നില്ല. കഴിഞ്ഞ തവണ ഞാൻ നിന്നിട്ടുണ്ടായിരുന്നു ഡേഞ്ചർ സോണിൽ. അപ്പം ചെറിയൊരു കോൺഫിഡൻറ്റ് ഉണ്ടാവും ഇന്നാവുന്ന. പക്ഷേ ഇത്തവണ ആ ഒരു കോൺഫിഡൻറ്റ് ഇല്ല. സപ്പോസ് ഔട്ടായ എന്ത്? ഔട്ടായി കഴിഞ്ഞാൽ എന്താ, ഇത്രയും കുറേ നമുക്ക് വീട്ടിൽ ഒതുങ്ങിയിരുന്ന ആൾക്ക് ഇവിടെ വന്നിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. അതൊരു നല്ല കാര്യം. സേഫ് ആയാൽ എനിക്ക് ഇനി ആ ഒരു ടാർഗറ്റ് അതിലെത്താൻ വേണ്ടിയിട്ട് ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ, അത് എൻ്റെ കൂടെ മത്സരിക്കുന്ന ആൾക്കാർക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ എനിക്ക് പറ്റുന്ന രീതിയിൽ മാക്സിമത്തിൻ്റെ മാക്സിമം ഞാൻ ചെയ്യും. പക്ഷേ ശില്പ ഔട്ടാണ്. സോറി. ഓക്കെ മാം. കിട്ടടാ. സോ ശില്പയുടെ മാർക്സ്, ശില്പയ്ക്ക് കിട്ടിയ നെഗറ്റീവ് വോട്ട്സിന്റെ അത്രയും പോയിന്റ്സ് കുറച്ചിട്ടാണ് ശില്പയുടെ ടോട്ടൽ മാർക്സ് 134 ആണ്. ആൻഡ് ശില്പയ്ക്ക് കിട്ടിയിട്ടുള്ള നെഗറ്റീവ് വോട്ട്സ് 8 വോട്ടുകളാണ്. ഓക്കെ, 8 വോട്ടാണ് ശില്പയ്ക്ക് ടോട്ടൽ നെഗറ്റീവ് കിട്ടിയത്. എന്ത് തോന്നുന്നു? അവർ ചെയ്യേണ്ടത് കൊണ്ട് ദേ ആർ ഫോഴ്സ്ഡ് ടു ഡു എന്നാണോ? അല്ല, ഇതിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ക്രൈറ്റീരിയ എന്താന്ന് എനിക്ക് അറിയില്ല വോട്ട് ചെയ്യുന്നതിൻ്റെ. അതിൽ ചിലപ്പം ടാലന്റ് ഉണ്ടാകാം, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ അല്ല ഞാൻ പറയും എനിക്ക് തോന്നുന്നത് അവർക്ക് എന്താ ഒരാളുടെ മനസ്സ് എനിക്കറിയില്ല. ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളാണ് പറയുന്നത്. പല ഒരു എന്താണൊരു ക്രൈറ്റീരിയ എന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. അപ്പം ചിലർക്ക് എൻ്റെ ഫ്രണ്ട് ഇന്നാവണം,
അങ്ങനെ തോന്നുമ്പോൾ അവർ രക്ഷിക്കും. ആൻഡ് വോട്ട് മാത്രമല്ല, ജഡ്ജസിന്റെ മാർക്കും ഉണ്ട്. കഴിഞ്ഞ 2 റൗണ്ടും അതുപോലെ ഇന്നത്തെ പെർഫോമൻസിന് നമ്മുടെ ജഡ്ജ് തന്ന മാർക്കും അതിനകത്ത് എഫക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ആ ടോട്ടൽ 134 ആയത്. സോ ഇത് ഫ്ലവേഴ്സ് ടിവിയുടെ വക, നമ്മുടെ മലയാളി വീട്ടമ്മ കുടുംബത്തിന്റെ വക ശില്പയ്ക്കുള്ളൊരു മൊമെന്റോ ആണ്. ഞാൻ തരട്ടെ എന്ന്. ഞാനൊരു കാര്യം പറയട്ടെ തിരിച്ചങ്ങോട്ട്. ഞാനിത് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിന് കുറെ കാരണങ്ങളുണ്ട്, അത് ഞാനിവിടെ പറയുന്നില്ല. പിന്നെ കൂടെ മത്സരിക്കുന്ന എല്ലാവർക്കും 100 അല്ല 200% മുന്നിട്ട് കൊടുത്ത് ചെയ്യുക. പിന്നെ പറ്റുമ്പോഴൊക്കെ ഞാൻ വിളിക്കും എല്ലാവരും. ഇവരെല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു എക്സ്പീരിയൻസ്. ഒരു അസ്യൂംഡ് ടാസ്ക് ആയതുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ റിയാലിറ്റിയിൽ അങ്ങനെ സംഭവിക്കില്ല. കാരണം അതിൻ്റേതായ പ്രിക്കോഷൻസ് നമ്മൾ തന്നെ എടുക്കും. ഒരു അസംഷൻ ആയതുകൊണ്ട് ആ സിറ്റുവേഷൻ ഉതകുന്ന രീതിയിൽ പ്രാക്ടിക്കലി പറയാൻ സാധിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാർക്കൊക്കെ നോക്കുമ്പം അഞ്ജലി ഔട്ടാണ്. ഭയങ്കരമായിട്ട് എനിക്ക് മിസ് ചെയ്യും. പക്ഷേ ഒത്തിരി സന്തോഷത്തോടെയാണ് ഞാൻ പോകുന്നത്. അഞ്ജലിക്ക് 142 ആണ് അഞ്ജലിയുടെ ടോട്ടൽ മാർക്സ്. അതായത് നെഗറ്റീവ് വോട്ട്സ് മൈനസ് ചെയ്തിട്ടുള്ള മാർക്സ്. അഞ്ജലിക്ക് കിട്ടിയിട്ടുള്ള വോട്ട്സ് 7 വോട്ടാണ്. നെഗറ്റീവ് വോട്ട്സ് 7 വോട്ടാണ് അഞ്ജലിക്ക് കിട്ടിയിട്ടുള്ളത്. സോ തൽക്കാലം അഞ്ജലി നമ്മുടെ മലയാളി വീട്ടമ്മയിൽ നിന്ന് വിട പറയുകയാണ്. എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ? പ്രേക്ഷകരോട് ഫാമിലിയിൽ എനിക്ക് ഇതുവരെയും ചെയ്തു തന്ന എല്ലാ സപ്പോർട്ടും നല്ല. കാരണം എൻ്റെ വീട് കണ്ണൂരാണ്. ഹസ്ബൻഡാണ് അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവരുന്നത്, ഷോയ്ക്ക് കൊണ്ടുവരുന്നത്. ഒരു കുഞ്ഞു ആവേണ്ട അവനെ ആയിട്ടാണ് വരുന്നത്. അപ്പം ഇതുവരെ സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. പിന്നെ എൻ്റെ മദർ ഇവർ രണ്ടുപേരുമാണ് ഇതിൻ്റെ മെയിൻ ആൾക്കാർ. എന്നെക്കാളും കൂടുതൽ ഇൻവോൾവ് ആവുന്ന അവരാണ്. പിന്നെ എനിക്ക് 2 സിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ എല്ലാത്തിനും അപ്പം കമൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അവരാണ്. ഞാൻ ഈ ഷോയിൽ വന്നിട്ട് TV കണ്ട് കമൻറ്റ് പറയുമ്പോൾ നമുക്കൊരു വേറൊരു ഫീലിംഗ് ആണ്. അത് എല്ലാവരോടും താങ്ക്സ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഇതുവരെയും കണ്ട ആളുകളോടും എല്ലാവരോടും താങ്ക്സ്. സോ ഫ്ലവേഴ്സ് ചാനലിൽ നിന്ന്, മലയാളി വീട്ടമ്മയിൽ നിന്ന് അഞ്ജലിക്ക് ഒരു സ്നേഹോപഹാരം. ഇനിയുള്ളത് ജുബിത ആൻഡ് ലീന. ഇതിൽ 2 പേരും ഇന്നാണോ, 2 പേരും ഔട്ടാണോ, അതോ ഒരാൾ ഇന്നും ഒരാൾ ഔട്ടും ആണോ? അവർക്ക് തന്നെ ടെൻഷൻ ആയിരിക്കും, ആരാ ഇന്ന് ആരാ ഔട്ട് എന്നുള്ളത് അല്ലേ? അശ്വതി പറ, ആരെയാ പറയണ്ടേ? ആരുടെ റിസൾട്ട് ആദ്യം പറയണം എന്നാണോ? അയ്യോ, അതൊരു ധർമ്മസങ്കടമാണല്ലോ. നിങ്ങള് അല്ല, അങ്ങനെയല്ല. അവര് പറയണം, നിങ്ങൾ ആർക്കാണ് ആദ്യ റിസൾട്ട് അറിയേണ്ടത്? തീർച്ചയായും അടുത്ത റൗണ്ടിലേക്ക് ഞാൻ പോകും തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം അവിടെ തരുന്ന ഏതൊരു ടാസ്കും നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. അതുകൊണ്ട് തീർച്ചയായും നെക്സ്റ്റ് ലെവലിലേക്ക് ഞാൻ പോകും. എന്താ വേണ്ടേ? ഇന്നാവണോ ഔട്ടാവണോ? എനിക്ക് വേണ്ടത് ഇന്നാവണം. പക്ഷെ ഔട്ടായാലും ഇന്നായാലും ജഡ്ജ്മെന്റിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. എന്നാ കാരണം താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ജഡ്ജ്മെന്റിൽ എല്ലാവരും.
അപ്പോ മൊമെന്റ് വേണ്ടല്ലോ, പോവല്ലേ? അതിനു മുമ്പ് മാർക്ക് കൂടി പറയാം. ജുബിതയ്ക്ക് കിട്ടിയിരിക്കുന്നത് 186 മാർക്കാണ്. 186. 4 നെഗറ്റീവ് വോട്ട്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ ഫ്രണ്ട്സ് ആണ് സേവ് ചെയ്തത് എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് വളരെ ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് വേണമെങ്കിൽ പറയാം, ഇവർക്ക് ഒഴിവാക്കണമെന്ന് ആഗ്രഹമുള്ളവരെ അല്ലെങ്കിൽ നല്ല കട്ടയ്ക്ക് കോമ്പീറ്റ് ചെയ്യുന്നവരെ ഒഴിവാക്കണമെങ്കിൽ ഇവർ അവരുടെ പേര് മാത്രം സെലക്ട് ചെയ്തായിരുന്നു നമ്മുടെ സേഫ് സോണിലുള്ള കണ്ടസ്റ്റൻസ് എഴുതേണ്ടിയിരുന്നത്. പക്ഷേ ജുബിത ഇവർക്ക് നല്ലൊരു മത്സരാർത്ഥിയാണ്, ഇവർക്ക് കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു മത്സരാർത്ഥിയാണ്. ബിക്കോസ് കഴിഞ്ഞ ഫസ്റ്റ് റൗണ്ട് അവസാനിക്കുമ്പോൾ ടോപ്പ് സ്കോറർ ആയിരുന്നു ജുബിത. ആ ജുബിതയെ ഇവർ സേഫ് ആക്കി വീണ്ടും. സോ ദാറ്റ് മീൻസ് അവരുടെ വോട്ടിംഗ് അല്ലെങ്കിൽ നമ്മുടെ സേഫ് സോണിലിരിക്കുന്ന കണ്ടസ്റ്റൻസ് ദേ ഹാവ് വോട്ടഡ് ഇറ്റ് റൈറ്റ്. ഒരുപാട് സന്തോഷം. കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് താങ്ക് യു. ലീന, എന്തായിരിക്കും ലീനയുടെ റിസൾട്ട്? എനിക്കിത് പറഞ്ഞ പോലെ തന്നെ ഇന്നാവണമെന്നാണ് ആഗ്രഹം. പിന്നെ ഇതുപോലെ ഔട്ട് ആവണമെന്ന് പറഞ്ഞാൽ അതും ഞാൻ സ്വീകരിക്കും. നേരത്തെ പറഞ്ഞാണ്. ഹസ്ബൻഡ് റൗണ്ടിൽ ഒരു 2 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റിയില്ല. അപ്പം അതിനുള്ള ടാസ്ക് ഞങ്ങൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ മാർക്ക് കുറച്ച് കുറവായിരുന്നു, ഒരു 78 ഒക്കെ ആയിരുന്നു. അടുത്ത ലെവലിലേക്ക് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പോയാൽ ഇതിനേക്കാൾ ബെറ്ററായിട്ട് ചെയ്യാൻ ശ്രമിക്കും. ലീന മിസ് ചെയ്തു. അത് എന്ത് രസമായിട്ടായി ഒരു അവസരം തന്നത്, അതിനെന്തുകൊണ്ട് മിസ്സാക്കി? എന്ത് നല്ല അവസരമായിരുന്നു. ഈ 6 പേരിൽ ഒരാൾ മാത്രമല്ലേ ഉള്ളൂ ആ അവസരം കിട്ടിയത്. അതിനെന്തുമാത്രം യൂസ് ചെയ്യാമായിരുന്നു. 5 പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ എനിക്ക് തോന്നുന്നില്ല പറഞ്ഞോന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞു. എനിക്ക് അത്രേ അറിയൂ. ബാഡ് ലക്ക്. ഔട്ടാണ്. സ്വയം വരുത്തിയതാണ്, ആരും വരുത്തിയതല്ല. ഇതെല്ലാവരും കാണുന്നതാണ്. അല്ല, എനിക്കറിയാം. എനിക്ക് തന്നോ അതെനിക്ക് പറയാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തു, അത്രേ ഉള്ളൂ. പക്ഷെ അത് ചെയ്തിട്ടില്ല. അല്ല, അത്രേ പറയാൻ പറ്റുള്ളൂ. അത് ടെൻഷൻ കാരണമായിരുന്നു. അത്രേ ഉള്ളൂ. പക്ഷെ അത് ഈ സ്റ്റേജിൽ വേണ്ടായിരുന്നു. അതെ, അത് ആ ടെൻഷൻ അല്ല. ഇത് വീട്ടമ്മ എന്ന് പറയുന്നത് ഒരു എല്ലാവർക്കും ഉള്ള ഒരു ബോൾഡ്നെസ്സിനാണ്. ആ ടെൻഷൻ വരാൻ പാടില്ല ആ വേദിയിൽ. അപ്പൊ ആ ഒരു നല്ല അവസരം തന്നാണ്. നല്ല അവസരമാണ് തീർച്ചയായും. അതിനെ ഒരുപാട് മിസ്സാക്കിയില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, എനിക്ക് നല്ലൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു ഫ്ലോറിൽ വരണമെന്നൊക്കെ. അത് തന്ന ഫ്ലവേഴ്സിന് ഒത്തിരി 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 നന്ദി. പിന്നെ എൻ്റെ മക്കളെ ഇതിൽ ഇൻവോൾവ് ചെയ്യിപ്പിച്ചതിന്. എൻ്റെ ലോകം മുഴുവൻ എൻ്റെ മക്കളെ കാണും. എനിക്ക് ഏറ്റവും സന്തോഷമാണ്. എൻ്റെ ഭർത്താവിനെയും മക്കളെയും കാണും. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പ്രൊഡ്യൂസർക്ക് പ്രത്യേക താങ്ക്സ്. അത് മാത്രം പ്രൊഡ്യൂസർക്ക് മാത്രമല്ല, എനിക്ക് എല്ലാവരും പറഞ്ഞിട്ടേ പോകാൻ പറ്റുള്ളൂ. എബി പ്രത്യേകിച്ച് പറയേണ്ട ഒരാളാണ്. അത്രയ്ക്ക് കെയറിങ് ആയിരുന്നു ഞങ്ങളെല്ലാവരെയും. ബാക്കി എല്ലാവർക്കും, റിയയ്ക്ക്, എല്ലാവർക്കും, അശ്വതിക്ക് എക്സ്പെഷ്യലി, കാരണം ഇവിടെ ഫുൾ സപ്പോർട്ടാണ് ഞങ്ങൾക്ക്. പിന്നെ എല്ലാ ജഡ്ജും, എല്ലാവർക്കും, ഇതുവരെയുള്ള എല്ലാ ജഡ്ജസിനും മാത്രം ഈ ബോൾഡ്നെസ് എന്തുകൊണ്ട് അപ്പം കാണിച്ചില്ല അറിയില്ല മാം. പെട്ടെന്ന് കഷ്ടമാന്ന് നോക്കിയ എന്തോ ഒരു കഷ്ടം. സാരല്ല മാം, ഇതിന്റെ അവസാനം, ഇതിന്റെ തുടക്കമാണ്. അല്ല, എന്തുമാത്രം സംസാരിക്കുന്നു, അതെന്തുകൊണ്ട് അപ്പം സംസാരിച്ചില്ല? ദേഷ്യം വരുന്നത്. എനിക്ക് ദേഷ്യം വരുന്നല്ലേ. നല്ലൊരു അവസരം കിട്ടിയതല്ലേ. അതിന് ഞാനിതൊരു അവസാനമായിട്ട് കാണുന്നില്ല. ഇതെന്റെ തുടക്കമാണ്. ഫ്ലവേഴ്സ് ആണ് എന്റെ തുടക്കം. പിന്നെ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, പ്രൊഡ്യൂസർ അനുവദിക്കുമെങ്കിൽ ജസ്നെ എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടണം. ഞാൻ ഫസ്റ്റ് മുതലേ പറഞ്ഞിരുന്നു. പാടുമ്പോ ആദ്യത്തെ പാട്ട് പാടിയപ്പോൾ തൊട്ട് ലീന എപ്പോഴും എൻ്റെ അടുത്ത് പറയും, ജസ്ന ഇനി അടുത്ത പാട്ട് പാടുമ്പോൾ എനിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് പാടണം. പക്ഷെ അപ്പോഴത്തെ ടെൻഷനിൽ ഞാൻ ലീനയുടെ പേര് പറയാൻ മറന്നു പോകും. തിരിച്ചു കയറുമ്പോൾ എന്നെ കണ്ണുരുട്ടി പേടിപ്പിക്കും. പക്ഷേ ലീന ഈ ഒരു അവസരത്തിൽ എനിക്ക് പാടാൻ ഭയങ്കര ഒരു വിഷമമുണ്ട്. പക്ഷേ ഇനി വിശ്വസ് ഒരു തമിഴ് പാട്ടാണ് ലീനയ്ക്ക് പാടേണ്ടതെന്ന് എനിക്കറിയാം. പക്ഷേ ഞാനിപ്പോൾ ഒരു മലയാളം പാട്ട് പാടാം. കുഴപ്പമില്ല. ഈ കൈകളിൽ വീണാടുവാൻ സ്വപ്നം പോലെ ഞാൻ വന്നു വന്നു വന്നു. ഈ കുമ്പിളിൽ തേൻ തുള്ളികൾ വിണ്ണിൻ ദാഹമായി വന്നു.
ഞാൻ പറയാം. ലീനയ്ക്ക് 114 മാർക്കാണ് ഉള്ളത് ആൻഡ് 9 വോട്ട്. 9 പേര് ഞാൻ ഈ വോട്ടിംഗ് എന്താ അറിയാ കണ്ടിരിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഇവിടെ ഇരിക്കുമ്പോൾ, ലജുബി നമ്മളെ സ്കൂളിൽ പേരെഴുതില്ലേ ലീഡർ, അതുപോലെയാണ് ഇപ്പൊ ഞാൻ ഇതിനെ കണക്കാക്കുന്നത്. ഇത് മെയിൻ ആണ്, പക്ഷെ ഞാൻ അവരെ എഴുതിയവരെ കണക്കാക്കുന്നത്. അത് ജനഗണമന കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് മറക്കും, കാരണം വീട്ടിലേക്ക് പോകുമ്പോ ഓടുമല്ലോ, അത്രേ ഉള്ളൂ. വെരി ഗുഡ്. ഈ അടുത്ത കാലത്ത് കേട്ടതിലെ ഏറ്റവും ബെസ്റ്റ് ഒരു ഉപമയായിരുന്നു. ലീന എവിടെയായിരുന്നു ഇത്ര നേരം? അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. ലീന ഇപ്പോഴാണ് ഇതുവരെ ഇത്രയും കാലത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹം ലീനയുടെ തോന്നുന്നത്. എന്ത് കിടിലായിട്ട് സംസാരിക്കുന്നത്. We miss you. സോ നല്ല അസൽ ഒരു മലയാളി വീട്ടമ്മയായ ലീനയ്ക്ക് മലയാളി വീട്ടമ്മയുടെ വക ഒരു സ്നേഹോപഹാരം. താങ്ക് യു. മലയാളി വീട്ടമ്മയുടെ രണ്ടാം ഘട്ട എലിമിനേഷൻ ഇവിടെ അവസാനിക്കുമ്പോൾ 5 വീട്ടമ്മമാർ കൂടി നമ്മളുടെ ഈ യാത്രയിൽ നിന്ന് പിരിഞ്ഞു പോയിരിക്കുകയാണ്. ഇനി അവശേഷിക്കുന്നത് 12 പേർ. 1 കോടിക്ക് വേണ്ടിയുള്ള ഒരു കടുത്ത മത്സരമാണ് ഇനി 3-ാം ഘട്ടത്തിൽ നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അതിനു മുൻപ് നമ്മുടെ 2-ാം ഘട്ടം കംപ്ലീറ്റ് ആകുമ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയിരിക്കുന്നവരെ ഒരിക്കൽ കൂടി പരിചയപ്പെടുത്തുകയാണ്. 172 മാർക്കോടെ ടിനിജയും ധന്യയുമാണ് ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത്. രണ്ടുപേരും വരും, വേദിയിലേക്ക് വരും. ആൻഡ് 170 മാർക്കോടെ ശ്രീകുട്ടിയാണ് സെക്കൻഡ് പൊസിഷനിൽ വന്നിരിക്കുന്നത്. മൂന്ന് പേര് നമ്മളോടൊപ്പം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ 3rd പൊസിഷൻ ഡിക്ലെയർ ചെയ്യുന്നില്ല, അല്ലെങ്കിലും ഇനി ഒരുപാട് മത്സരങ്ങൾ കാണാനിരിക്കുന്നു. സോ ഇവരെ 3 പേരെയും ഒപ്പം ഇന്ന് സേഫ് സോണിൽ എത്തിയിട്ടുള്ള എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഗംഭീരമായ കടുത്ത മത്സരങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ പോകുന്ന 3-ാം ഘട്ടത്തിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മളിപ്പോൾ ചെറിയൊരു ഇടവേള എടുക്കുകയാണ്. മലയാളി വീട്ടമ്മയുടെ ആവേശകരമായ 3-ാം ഘട്ടം അടുത്ത എപ്പിസോഡ് മുതൽ നമുക്ക് കണ്ടു തുടങ്ങാം. തൽക്കാലം വിട പറയുന്നു ഡിഷ് ഗോൾഡ് ഡിഷ് വാഷ് മലയാളി വീട്ടമ്മ, പ്രസന്റഡ് ബൈ ചുങ്ക ജ്വല്ലറി, co-branded by Sera and Shakuntala Herbal Hair Tonic.